എല്ലാവർക്കും നമസ്കാരം. ചില ആളുകൾക്ക് ഇപ്പോ ഒരു കാര്യം മനസ്സിലാവും, ശരിയാണെന്ന് ഒക്കെ തോന്നുന്നു, ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ കാര്യം ഇംപ്ലിമെന്റ് ചെയ്യേണ്ട സമയങ്ങളിൽ അവർക്ക് അത് സംശയമായിട്ടോ ഉറപ്പില്ലാതെയോ അതിൽ ഇംപ്ലിമെന്റേഷൻ അവർക്ക് ശരിയായി ചെയ്യാൻ പറ്റാതെ പോകുന്ന സാഹചര്യങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോ നമ്മൾ അറിയുന്നു, അത് ബോധ്യത്തിലേക്ക് എത്താത്തതാണോ അതിന് കാരണം, അതോ വേറെ വല്ലതും ആണോ അതിന് കാരണം എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഒരു സംശയം തോന്നിയിട്ടുണ്ട്, ഇത് എങ്ങനെയാണ് ഈ മനസ്സിലാക്കിയ കാര്യം ബോധ്യത്തിലേക്ക് കടത്തേണ്ടത്. നമ്മുടെ ലൈഫിലും ചില സാഹചര്യങ്ങളിൽ തോന്നിയിട്ട്, പ്രത്യേകിച്ച് കൂടുതൽ പേരും നമ്മുടെ അടുത്ത് ഒപ്പീനിയൻ ചോദിക്കുമ്പോഴാണ് അങ്ങനെ തോന്നിയിട്ടുള്ളത്. ഒരു വട്ടം പറഞ്ഞു കൊടുത്താലും അതേ സിറ്റുവേഷനിൽ വീണ്ടും അവർ അതേ ചോദ്യം ചോദിക്കുന്ന ധാരാളം അനുഭവങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് വരുന്നു. അതിനൊരു എക്സ്പ്ലനേഷൻ തന്ന സന്തോഷമായിട്ടാ. ഓക്കെ, ദ പ്രോസസ് ഓഫ് കോഗ്നീഷൻ എന്ന് പറയുന്നത്, അറിയൽ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത്, ഞാൻ നേരത്തെ ബോധത്തിന്റെ വിവിധ തലങ്ങൾ പറഞ്ഞല്ലോ, ആ വിവിധ തലങ്ങളിൽ ഓടെയാണ്. രസകരമായ കാര്യം എന്ന് പറയുന്നത്, റിഥ സ്പെക്ട്രം അനുസരിച്ച് നിങ്ങൾ കോർട്ടക്കാർവ് ചെയ്തിട്ടുള്ള പല ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ഈ കോർട്ടക്കാർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, അതായത് താളം കൂടിയവർ ഒരു വശത്ത്, യുക്തി കൂടിയവർ ഒരു വശത്ത്, താളവും യുക്തിയും സമാസമത്തിൽ വരുന്നവർ ഒരു വശത്ത്. അപ്പൊ ഇതൊരു സ്പെക്ട്രമാണ്. ഇങ്ങനെ നമ്മൾ ഒരു 30 പേരുണ്ടെങ്കിൽ 30 പേരെയും നമ്മൾ ആ പ്രോസസ്സിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ക്രമത്തിൽ അടുക്കി വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ സ്ഥലത്താണ് നിൽക്കുക. ഇവരെ ഓരോരുത്തർക്കും കാര്യങ്ങളെ ബോധ്യപ്പെടാനുള്ള ശേഷി കൂടുതൽ ഓരോ തരത്തിലായിരിക്കും. ഉദാഹരണത്തിന്, യുക്തി കൂടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ അനുഭവങ്ങളിലൂടെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ല. അവർക്ക് അതിന്റെ ആശയം മനസ്സിലായി, ഇങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുക എന്നുള്ളത് മനസ്സിലായി. ചിലർക്ക് പ്രാഥമികമായിട്ടുള്ള ആവശ്യം മതി. ഇപ്പോ ഒരു വാക്കി ടോക്കി കണ്ടു, ഇതെന്താണ് സാധനം? വാക്കി ടോക്കി. അപ്പൊ എന്തിനാണ് ഇത് ഉപയോഗിക്കുക? നമ്മൾ ഇവിടുന്ന് ഇത് പ്രസ് ചെയ്തിട്ട് സംസാരിച്ചാൽ അവിടെ എത്തും, അവിടെ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്തും, അതാണ് കാര്യം. ഓ, അതാണല്ലേ വാക്കി ടോക്കി. അയാൾക്ക് ക്ലിയർ ആയി. യുക്തിയുടെ സങ്കേതങ്ങളെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിത്വമാണെന്നിരിക്കട്ടെ, അയാൾക്ക് അത് കേട്ടുകഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഇവിടെ നിന്ന് ആ സിഗ്നൽ അങ്ങോട്ടേക്ക് പോകുന്നത്, അടുത്ത ചോദ്യം വരും. അപ്പോൾ നമ്മൾ റേഡിയോ പ്രൊപ്പഗേഷനെ കുറിച്ചും മോഡുലേഷനെ കുറിച്ചും ഡിമോഡുലേഷനെ കുറിച്ചും ക്രിസ്റ്റലിനെ കുറിച്ചും ഓസിലേറ്ററിനെ കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അയാളും ചിലപ്പോൾ എഗ്രി ചെയ്യും. വേറെ ചില ആളുകളുടെ കുറെ കൂടെ അടുത്തിലേക്ക് പോകും. ഏത് തരം ക്രിസ്റ്റലാണ് വർക്ക് ചെയ്യുക, ഏത് ഹേർട്സിലാണ് വർക്ക് ചെയ്യുക, എന്തുകൊണ്ടാണ് 27 മെഗാഹെർട്സ് എന്നുള്ളത് അവിടെ ഇങ്ങനെ സൂക്ഷിക്കുന്നത്, എന്തുകൊണ്ടാണ് സിറ്റിസൺ ബാൻഡ് എന്ന് പറയുന്നത്. അയാൾ കൂടുതൽ കീനായിട്ട് പോവാണ്. ഈ അയാൾക്ക് വേണ്ടുന്ന ഉത്തരം ആദ്യത്തെ ചോദ്യം ചോദിച്ച ആൾക്കുണ്ടല്ലോ, അയാൾക്ക് അത് വേണ്ടതില്ല. അപ്പൊ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇതിലാണ് നിൽക്കുന്നത്, ഇതിന്റെ പ്രയോഗത്തിലാണ്, അല്ലെങ്കിൽ ഇതിന്റെ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ചില ആളുകൾക്ക് ഈ ചോദ്യം ചോദിക്കുക എന്നുള്ള അവസ്ഥയായിരിക്കില്ല, അത് പ്രായോഗികമായിട്ട് അറിയണം എന്നുള്ളതാണ്, ഇതെങ്ങനെയാണെന്ന് അറിയണം എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചുള്ള ആ പ്രയോഗത്തിന്റെ അവസ്ഥയായിരിക്കും ഉണ്ടാവും, അല്ലെ മറ്റ് സിദ്ധാന്തങ്ങൾ പോലും അവർക്ക് ചിലപ്പോൾ ബാധിച്ചു എന്ന് വരില്ല. എന്നുവെച്ചാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ റിയൽ ടൈമിൽ അത് ഉണ്ടാക്കി ഉപയോഗിക്കാൻ പോകുന്ന ആളാണെങ്കിൽ അയാൾ ഇതിന്റെ സമഗ്രമായ വശങ്ങളും അന്വേഷിക്കും. ചിലർക്ക് സിദ്ധാന്തങ്ങൾ മാത്രം മതി, ചിലർക്ക് അതിന്റെ പ്രയോഗം മാത്രം മതി, ചിലർക്ക് പ്രയോഗത്തിന്റെ ഔട്ട്പുട്ട് മാത്രം മതി, ചിലർക്ക് ഒരു അവയർനെസ് മതി, ഇത് വയർലെസ് ആണ് അല്ലെങ്കിൽ വാക്കി ടോക്കിയാണ്, ഓ വാക്കി ടോക്കി. ചിലരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമേ ആയിരിക്കില്ല. അവിടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു വാക്കി ടോക്കി, അവിടെ ഒരു സാധനം ഇരിക്കുന്നു, അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ താല്പര്യമല്ല, അയാളുടെ ആ സ്റ്റേറ്റിനനുസരിച്ചാണ്. പക്ഷെ ഈ സ്റ്റേറ്റ് എങ്ങനെ ഉണ്ടാവുന്നത്? ഈ സ്റ്റേറ്റ് ഉണ്ടാവുന്നത് അവരുടെ ജീവിത ധർമ്മവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പ്രകൃതി ഒരാളെ ഉരുവാക്കുന്നത് ഉപരിവ്യവസ്ഥയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. എന്റെ കൈ ഉണ്ടാക്കിയിട്ടുള്ളത് എന്റെ പുറഞ്ഞെറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഭക്ഷണം വായിലിടാനാണ്, അല്ലെങ്കിൽ ഞാൻ നടക്കുന്ന വഴിയിൽ എന്റെ മുന്നിൽ വരുന്ന കാര്യങ്ങളെ പകഞ്ഞു മാറ്റാൻ വേണ്ടിയാണ്. അപ്പൊ ഈ ജീവിതധർമ്മം നടപ്പിലാക്കാൻ പാകത്തിലാണ് എന്റെ കൈയുടെ ഘടന. അതുപോലെ തന്നെ ഞാൻ എന്നുള്ളതിന്റെ ഘടന എന്റെ ഉപരിവ്യവസ്ഥയുടെ ഒരു ആവശ്യം നിർവഹിക്കാനാണ്. ആ ആവശ്യം എന്താണ് ഉപരിവ്യവസ്ഥയ്ക്ക് അറിയുള്ളൂ, അത് ചെയ്യുന്ന സമയത്ത് മാത്രമേ എനിക്കും മനസ്സിലാവുള്ളൂ. അപ്പോ അതിനനുസരിച്ചുള്ള ഫാക്കൽറ്റി, ഇന്റേണൽ ഫാക്കൽറ്റി ആയിരിക്കും എനിക്കുണ്ടാവുക. ഇത് മറ്റൊരാൾക്ക് അങ്ങനെ ഉണ്ടാവില്ല. അയാളുടെ ജീവിതധർമ്മം എന്താണോ അതിനനുസരിച്ചുള്ള വാസനകളും ചോദനകളും ആയിരിക്കും അയാൾക്ക് ഉണ്ടാവുക. അപ്പൊ അവർക്കത് ബോധ്യമാവണം എന്നില്ല. അപ്പോ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ഒരു ആശയം ചെല്ലുന്നത് അയാളുടെ ജീവിതധർമ്മവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പൊ നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നു, ഞാൻ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഇത്രയും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ പറയുന്നതിന്റെ ഓരോ മുഖങ്ങളാണ് മനസ്സിലാവുക, എല്ലാം കൂടെ മനസ്സിലാവില്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ പർപ്പസ് എന്താണോ ആ പർപ്പസിനനുസരിച്ചുള്ള ഒരു ഉത്തരമാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. നിങ്ങൾക്ക് അറിയുന്നതിന്റെ തുടർച്ചയാണ് നിങ്ങൾക്ക് മനസ്സിലാവുക, ഞാൻ പറയുന്നതല്ല.
അപ്പോ ഓരോ വ്യക്തിയും അവന്റെ ജീവിതധർമ്മത്തിനനുസരിച്ചുള്ള തിരിച്ചറിവുകൾ നേടാൻ പാകത്തിലായിരിക്കും ഘടന ചെയ്തിട്ടുണ്ടാവുക. സ്വന്തം ശരീരം ഘടന ചെയ്തിട്ടുണ്ടാവുക. അവന്റെ കോഗ്നേറ്റീവ് പ്രോപ്പർട്ടി എന്നുള്ളത് അത്തരത്തിലായിരിക്കും. അവർക്ക് അനുസൃതമായിട്ടുള്ള ഡേറ്റ ആയിരിക്കും അവരുടെ മുമ്പിലേക്ക് വരാൻ സാധ്യത. ഇനി കിട്ടുന്ന സാധ്യതമായിട്ടുള്ള ഡേറ്റ കയ്യിൽ കിട്ടുമ്പോൾ അതിനെ ഉപയോഗിക്കുക എന്നുള്ളതും അയാളുടെ ജീവിതക്രമത്തിനനുസരിച്ചായിരിക്കും, അയാളുടെ ജീവിത പശ്ചാത്തലത്തിനനുസരിച്ചായിരിക്കും. അപ്പോ എല്ലാ വ്യക്തികളിലേക്കും എല്ലാം എത്തിക്കാൻ കഴിയില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരേ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുന്നതിൽ 2 തവണയോ 3 തവണയോ പറഞ്ഞു കഴിഞ്ഞിട്ട് അവരോട് പറയുക, ഞാനിത് പറഞ്ഞതാണ്, നിങ്ങൾക്കത് വേണ്ടതായിരുന്നെങ്കിൽ നിങ്ങൾ എടുത്തേനെ, നിങ്ങൾക്ക് വേണ്ടതല്ലാത്തത് കൊണ്ട് നിങ്ങളിത് ഈ പറഞ്ഞതിൽ നിന്നും കിട്ടിയ കാര്യങ്ങൾ നടപ്പിലാക്കിയതിന് ശേഷം വരുന്ന സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയാം. ഇതേ ചോദ്യം ആവർത്തിക്കാൻ ഞാൻ മറുപടി പറയില്ല എന്ന് പറഞ്ഞാൽ 2 തവണ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ചോദ്യം നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല, അവർക്കത് കാര്യം മനസ്സിലാവും. അങ്ങനെയുണ്ട് ഒരുപാട് പേര് ഒരേ ചോദ്യം അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും, അവർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അത് അവരുടെ നിയോഗമല്ല. നമുക്ക് അറിയാമല്ലോ, മാമിയും കുരങ്ങനെയും നീന്തലും മരങ്കേറ്റവും ഒരുമിച്ച് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമ്മുടേത്. അതുകൊണ്ട് എല്ലാവരും സ്റ്റാൻഡർഡൈസ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലെ ആളുകളെല്ലാം ഒരു സ്റ്റാൻഡേർഡിൽ എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അങ്ങനെ ശീലിച്ചു പോയി നമ്മൾ. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല, യൂണിഫോമിറ്റിയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. യൂണിഫോമിറ്റി എന്നുള്ളത് ലോകം ഭരിക്കുന്നവൻ കാര്യങ്ങളെ അടുക്കി വെക്കാനുള്ള സൗകര്യത്തിന് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ ഘടന വൈവിധ്യമാണ്, അതിനകത്തത് ഉണ്ടാവില്ല. അപ്പോ അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങളെ കാണുക. പൊതുവെ അടുക്കി വെക്കാൻ ഇവരെ എല്ലാവരും, നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിലെ ആളുകളെല്ലാം തന്നെ ഒരുപോലെ ആയിരിക്കുന്നതാണ് അവരെ അടുക്കി സൂക്ഷിക്കാൻ സൗകര്യം. പക്ഷെ അങ്ങനെ അടുക്കപ്പെടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അഭിലാഷ്, ഉത്തരം ക്ലിയർ ആണോ? ഉത്തരം ക്ലിയർ ആണ്, എനിക്കുള്ള ഉത്തരം കിട്ടുകയും ചെയ്തു. എന്നാലും എനിക്ക് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ ഒരു സംശയമാണ്. അവര് ഇങ്ങനെ ആവണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുന്നുണ്ട്, പക്ഷെ അവർക്ക് ഇതിലേക്ക് എത്താൻ പറ്റുന്നേ ഇല്ല. ആ വിഷയത്തിലല്ല സത്യത്തിൽ അവർക്ക് ആഗ്രഹം. ആ വിഷയം നൽകുന്ന ഇപ്പോ ഉദാഹരണത്തിന് ഒരു കമ്മ്യൂണിറ്റി, ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ഒരു കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം, ആ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ കുറിച്ച് നമ്മൾ അവരെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് തോന്നും അത് അച്ചീവ് ചെയ്യണം. പക്ഷെ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടൂളുകളെ കുറിച്ച് പറയുമ്പോൾ അതെടുത്ത് കൈകാര്യം ചെയ്യാൻ അവർക്ക് കഴിയില്ല. ഡോക്ടർ ആകണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പക്ഷെ ഡോക്ടർ ആകാനുള്ള ഫാക്കൽറ്റി അവർക്കില്ല. എഞ്ചിനീയർ ആകണമെന്ന് ആളുകൾക്ക് താല്പര്യമുണ്ട്, പക്ഷെ എഞ്ചിനീയർ ആകാനുള്ള ഫാക്കൽറ്റി അവർക്കില്ല. അപ്പോ ഇത് എത്തിക്കുന്ന ആ ഔദ്യോഗിക ഔന്നത്യത്തെ ആണ് ഇവർ ലക്ഷ്യമാക്കുന്നത്. പക്ഷെ അതിനുള്ള ഫാക്കൽറ്റി ഇവർക്കുണ്ടോ? ഇല്ല. ഇന്റേണൽ ഫാക്കൽറ്റി ഇവർക്കില്ല, അല്ലെങ്കിൽ അതിനുള്ള തെരഞ്ഞെടുപ്പില്ല. അങ്ങനെ വരുമ്പോൾ ഈ ആഗ്രഹം അവർ പറയുന്നുണ്ടെങ്കിലും അതവിടെ സാധിക്കില്ല. അപ്പൊ ഈ ആഗ്രഹം എന്നുള്ളത് ആ പൊതുവൽക്കരണത്തിന്റെ ഭാഗമായിട്ട്, സ്റ്റാൻഡർഡൈസേഷന്റെ ഭാഗമായിട്ട് സമൂഹത്തിൽ നിന്നും അവർക്ക് വീണ് കിട്ടിയതാണ്. അവര് സ്വയം നോട്ടമുണ്ടെങ്കിൽ, ഞാനിതിന് യോഗ്യനാണോ എന്നൊരു സ്വയം നോട്ടമുണ്ടെങ്കിൽ അവരത് അതിലേക്ക് എത്തില്ല. നമ്മൾ അവരെ മായികമായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരം സ്വപ്നങ്ങൾ കാണാനായിട്ട്. അത് പണ്ട് ആ കുട്ടി പറഞ്ഞല്ലോ, ചിലരുടേത് വർക്ക് ചെയ്യും, ചിലരുടേത് വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞില്ല, അതുപോലൊരു അവസ്ഥയാണ്. അവര് ആക്ച്വലി ഇവര് ചോദിക്കുന്നത് ധ്യാനാവസ്ഥ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ, ഹാപ്പിനെസ് കിട്ടുന്നേ ഇല്ല എന്നാണ് ഇവരുടെ ആവശ്യം. അപ്പൊ നമ്മള് നമ്മുടേതായ മെഡിറ്റേഷനോ അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും കുറച്ചു ദിവസം കഴിയുമ്പോൾ വീണ്ടും അത് എപ്പോ കിട്ടും, എങ്ങനെ കിട്ടും, ഇതാണ്. അപ്പൊ ഏട്ടൻ പറഞ്ഞ എനിക്ക് ഉത്തരം ക്ലിയർ ആണ്. താങ്ക് യു ഏട്ടൻ. ഇപ്പൊ ധ്യാനത്തിന്റെ ആണെങ്കിലും സന്തോഷത്തിന്റെ ആണെങ്കിലും ആ കാര്യം എന്ന് പറയുന്നത് അവർക്ക് ആത്മസാക്ഷാത്കാരം നേടുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു അവസ്ഥയിൽ എത്തണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പണ്ടൊരു ചോദ്യം ഉണ്ടല്ലോ, ആത്മസാക്ഷാത്കാരം വേണമെങ്കിൽ എന്തു വേണം എന്ന് ചോദിക്കുമ്പോ ഇത് 2 കഥകളുണ്ട്. ഒന്ന് ഇതാണ്, ആത്മസാക്ഷാത്കാരം നേടണമെങ്കിൽ എന്ത് വേണം ഗുരു എന്ന് ചോദിക്കുമ്പോൾ ഗുരു പറയും, എടോ അഹത്തെ കളഞ്ഞാലേ ആത്മസാക്ഷാത്കാരം നേടാനാവും. അപ്പൊ ഉടനെ അടുത്ത ചോദ്യമോ, അത് ശരി, അഹത്തെ കളഞ്ഞാലേ ആത്മസാക്ഷാത്കാരം നേടാനാവുമല്ലേ എന്ന്. അപ്പോ ഗുരു നൽകിയ മറുപടി ഇതാണ്, അഹം പോയി കഴിഞ്ഞാൽ പിന്നെ ആർക്ക് വേണം അവിടെ ആത്മസാക്ഷാത്കാരം? ഇതേ അവസ്ഥയാണ് ഈശ്വരനെ കാണുന്ന കാര്യം. ഈശ്വരനെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം ഗുരു? ആഗ്രഹങ്ങളെല്ലാം വെടിയണം. അപ്പൊ ആഗ്രഹങ്ങളെല്ലാം വെടിഞ്ഞാൽ ഈശ്വരനെ കാണുക എന്നുള്ള എന്റെ ആഗ്രഹം സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആഗ്രഹവും വെടിയണമെന്ന്.
അപ്പൊ ഈ ആഗ്രഹം വിടുക എന്നുള്ള ആ ഒരു മാർഗമുണ്ട്. അതായത് ലക്ഷ്യവും മാർഗവും ഒക്കെ കൂടെ ഒന്നായി തീരുന്ന ഒരു അവസ്ഥയുണ്ട്. അവിടെ അത് സംഭവിക്കുള്ളൂ. ഇവിടെ ഇത് സ്വപ്നാടനത്തിലാണ് ഇവരിത് കാണുന്നത്, സ്വപ്നമാണ് കാണുന്നത്. അവർക്ക് അതിലേക്ക് അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ സ്വാസ്ഥ്യത്തിലെത്തണം എന്നുള്ളത്. അതൊരു ക്രമമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബീയിങ്ങും ബിക്കമിങ്ങും എന്നുള്ള രണ്ടവസ്ഥകൾ ഉണ്ടല്ലോ. നമ്മളെല്ലാം തന്നെ ബിക്കമിങ്ങിലാണ് ശ്രദ്ധിക്കുന്നത്. ശരിക്കും ബീയിങ് ആണ് കാര്യം. നമ്മുടെ ജീവിതത്തിന്റെ കാലമാകുന്ന സമയത്ത് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു, അതാണ് ബീയിങ് എന്നുള്ളത്. നമുക്ക് വേറൊന്നിലേക്ക് എത്തിപ്പറ്റുക എന്നുള്ളൊരു ആശയം നമുക്കുണ്ട്, അതാണ് ബിക്കമിങ് എന്നുള്ളത്. ബിക്കമിങ് എന്നുള്ളത് നമ്മുടെ സ്വപ്നം മാത്രമാണ്, നടക്കില്ല. നമ്മൾ ബീയിങ്ങിലാണ്. നടക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് കാലമാകുമ്പോൾ, പാകമാകുമ്പോൾ നമ്മൾ ഒരിടത്ത് എത്തിയിട്ടുണ്ടാവും. ഇപ്പൊ ഒരു കുട്ടി ഉണ്ടാവുന്നു. ആ കുട്ടിയുടെ പ്യൂബർട്ടി പീരീഡ് എത്തിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് റീപ്രൊഡക്ഷൻ എന്നുള്ള കാര്യം നടക്കുള്ളൂ. അത് ആ കാലമാകണം. അത് ബോധപരിണാമമാണ്. കാലം എന്ന് പറയുന്നത് ബോധപരിണാമമാണ്. ആ ബോധപരിണാമം സംഭവിക്കുമ്പോൾ ശരീരത്തിന്റെ ബോധപരിണാമത്തിലാണ് അയാൾക്ക് പ്യൂബർട്ടി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത്. അതുപോലെ ഒരു പാകം അവിടെ ആകേണ്ടതുണ്ട്. അതല്ലാതെ ഇയാൾ തലകുത്തി നിന്നാലും അതിലേക്ക് എത്തൂല. ആ പാകമാകുന്ന സമയത്ത് ഇയാൾ തലകുത്തിയില്ലെങ്കിലും അവിടെ എത്തും. അതാണ് കാര്യം. ഓക്കെ, താങ്ക് യു ഏട്ടാ. അത് പാകമാവാൻ നമ്മൾ ഈ സാധന അല്ലെങ്കിൽ അവര് അനുവർത്തിക്കുന്ന ആ മുറകളെ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കാന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ലല്ലോ. അല്ല, അത് ചെയ്തിട്ടില്ലെങ്കിലും അവിടെ എത്തേണ്ടവരെത്തും. ചെയ്യുമ്പോൾ ഗുണം എന്താന്ന് വെച്ചാൽ ആ പോക്ക് കുറച്ച് ഈസി ആയിരിക്കും, എന്ന് വെച്ചാൽ ക്ലേശരഹിതമായിരിക്കും. അല്ലെങ്കിലോ ക്ലേശപൂർണമായിരിക്കും, പക്ഷെ അവനവിടെ എത്തും. മനസ്സിലായി. യോഗം ഉണ്ടെങ്കിൽ നടക്കും എന്നുള്ള അർത്ഥത്തില് അല്ലേ ഏട്ടാ? യോഗമാണ് കാര്യം. അയാൾക്ക് യോഗമുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. അതിനിപ്പോ നമ്മൾ തലപുണ്ണാക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ സാധനയിലൂടെ പോകുമ്പോ ആ വഴി ഈസി ആയിരിക്കും. ഓക്കെ, താങ്ക് യു ഏട്ടാ. ഓക്കെ.